നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം ദൈവം എങ്ങനെ ഉണ്ടായി എന്ന് ആർക്കും ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ദൈവം ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ പ്രപഞ്ചത്തെയും ഈ നമ്മളെയും ഈ ഭൂമിയൊക്കെ എല്ലാം സൃഷ്ടിച്ച ആ ഒരു ദൈവം ശരിക്കും എന്താണ്, അല്ലെങ്കിൽ ആ ദൈവത്തിന്റെ തുടക്കം എവിടെ നിന്നാണ്, അതെങ്ങനെ ഉത്ഭവിച്ചു, അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടായി, ആ ദൈവത്തെ സൃഷ്ടിച്ചതാര്, അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ സൃഷ്ടിച്ച അതാര്. അപ്പൊ ഇങ്ങനെ പല രീതിയിലും പുറകോട്ട് ഈ സംശയം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഇതിന്റെ ഉത്തരം ഇന്ന് അവരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല. ഒരു മതങ്ങളിലും അതിനെക്കുറിച്ച് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുമില്ല. പക്ഷെ ജനനമില്ലാത്തവനെന്നും മരണമില്ലാത്തവനും ആദ്യവുമില്ല അന്ത്യവുമില്ല, അതൊക്കെ അങ്ങനത്തെ ഒരു പ്രതിഭാസമാണ് ഈ ദൈവം എന്ന രീതിയിലൊക്കെ പറഞ്ഞിട്ടുള്ളൂ. ഹൈന്ദവ ഗ്രന്ഥങ്ങളിലൊക്കെ തന്നെ എന്തൊക്കെയൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് പിടികിട്ടണില്ല. അതൊക്കെ ഇപ്പൊ ഞാൻ എന്നോട് ഇടപെടുന്ന ആ ദൈവത്തോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, ദൈവമേ ശരിക്കും ദൈവം എന്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ചൊന്നും കറക്റ്റായിട്ടൊരു ഇത് കൊടുക്കാത്തത്, മനുഷ്യർക്ക് പറഞ്ഞു കൊടുക്കാത്തത്. അപ്പൊ അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റൂല, അത് ഒരിക്കലും സംഭവിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പൊ എത്രത്തോളം മനുഷ്യർ എന്തൊക്കെ അന്വേഷിച്ചാലും എങ്ങനെയൊക്കെ അന്വേഷിച്ചാലും ആ ദൈവത്തെ കണ്ടുപിടിക്കാൻ ആർക്കും പറ്റൂല. അപ്പൊ ഇതിന് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറ്റാത്തതെന്നുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ അവസാനം പറയും. അതിനു മുമ്പ് നമുക്ക് ഈ സൃഷ്ടി അല്ലെങ്കിൽ തുടക്കത്തെക്കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഞാൻ നേരത്തെ കുറച്ച് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ പലരും പിന്നെയും ഈ സംശയം ചോദിക്കുന്നത് കൊണ്ടാണ് ശരിക്കും സിമ്പിളായിട്ട് വളരെ ലഘുവായിട്ട് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ കാര്യം പറഞ്ഞുതരാം. കാരണം ഞാൻ അങ്ങനെയാണ് ദൈവത്തോട് ചോദിക്കുന്നതും എനിക്ക് എന്റേതായിട്ട് രീതിയിൽ എനിക്ക് ഉത്തരങ്ങൾ കിട്ടുന്നതും വളരെ സിമ്പിളായിട്ടാണ്. അതിൽ കൊണസ്റ്റ് വാക്യങ്ങളോ വാക്കുകളോ അങ്ങനെയൊന്നും ഇല്ല. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് സിമ്പിളായിട്ട് പറഞ്ഞു കൊടുത്താലേ അവർക്കും പിടികിട്ടുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരുന്നത്. എനിക്കതാണ് വേണ്ടത്. അപ്പൊ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് ദൈവം എന്ന് എന്നോട് സംസാരിക്കുന്ന ആ ദൈവം എന്ന് പറയുന്നത് ഒരു മനസ്സാണ്. ഈ മനസ്സ് എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ഉണ്ട് മനസ്സ്, രണ്ട് മനസ്സ് നമുക്കുണ്ട്, ബോധമനസ്സും ഉപബോധ മനസ്സും. അപ്പൊ ഉപബോധം എന്ന് പറയുന്നതും മനസ്സാണ്. ഈ ഉപബോധ മനസ്സാണ് നമ്മുടെ ആത്മാവിന്റെ മനസ്സ്, അല്ലെങ്കിൽ നമ്മുടെ ആത്മാവ് എന്ന് പറയുന്നതാണ് നമ്മുടെ ആ അകമേ ഒളിഞ്ഞിരിക്കുന്ന ആ ഉപബോധ മനസ്സ്. ഈ ഉപബോധ മനസ്സാണ് ശരിക്കും ആ ദൈവത്തിൽ നിന്നും വന്നതും തിരിച്ച് ദൈവത്തിലോട്ട് പോകുന്നതും ആയിട്ടുള്ള മനസ്സ് ആണ് നമ്മുടെ ഈ ഉപബോധ മനസ്സ്. ഈ ഉപബോധ മനസ്സാണ് നമ്മുടെ ആത്മാവ്. അപ്പൊ ഈ ആത്മാവ് എവിടെ നിന്ന് വന്നു വെച്ചാൽ ആ വലിയ പ്രകൃതി മൊത്തം നിറഞ്ഞു നിൽക്കുന്ന മനസ്സിൽ നിന്നാണ് വളരെ ഒരു സൂചി കുത്താൻ പോലും വലിപ്പമില്ലാത്ത രീതിയിലാണ് ഈ മനസ്സ് നമ്മളിലേക്ക് വന്നിരിക്കുന്നത്. അത്രേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് അതിനെ പരമാത്മാവ് അല്ലെ പരമാത്മാവ് എന്ന് പറയുന്നത്. എല്ലാം ഈ മനസ്സിൽ ആണ് ഉള്ളത്, എല്ലാത്തിലും ഈ മനസ്സുണ്ട്. ആ പരമമായ അല്ലെങ്കിൽ ആ പ്രകൃതി മൊത്തം നിറഞ്ഞു നിൽക്കുന്ന ആ മനസ്സിൽ നിന്നാണ് മനുഷ്യന്റെ അകത്തും മറ്റു ജീവജാലങ്ങൾക്കകത്തും അതിൻ്റെതായ അളവിൽ ഈ മനസ്സിനെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഇത് ഓരോ ജീവജാലങ്ങളിൽ നിന്ന് വളർന്ന് ഈ മനസ്സാണ് വളർന്നത്. ഇത് നമുക്ക് കാണാൻ പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് കാണാൻ പറ്റുന്ന സാധനമൊന്നുമില്ല. മനസ്സ് വളരുന്നു, മനസ്സ് ചെറുതാകുന്നു നമുക്ക് കാണാനൊന്നും പറ്റില്ല. അത് മറ്റ് ഡയമെൻഷനിലുള്ള ചില അളവുകളാണ്, നമുക്ക് പിടികിട്ടൂല. നമ്മളൊക്കെ വെറും മനുഷ്യരല്ലേ, 3 ഡയമെൻഷനുള്ള മനുഷ്യരല്ലേ. അപ്പൊ മനസ്സ് വലുതായിട്ട് തിരിച്ച് ഈ പരമമായ ആത്മാവിലോട്ട്, ആ വലിയ മനസ്സിലോട്ട് ചെറിയ മനസ്സ് അലിഞ്ഞങ്ങ് ചേരും. വീണ്ടും അത് അവിടെ നിന്ന് വരും. അപ്പൊ അതെങ്ങനെ വരുന്നു അതിനെക്കുറിച്ചൊക്കെ ഞാൻ അടുത്ത പിന്നൊരു മെസ്സേജിൽ പറയാം. അപ്പൊ അത് വിട്ടേക്ക്. അങ്ങനെ ആ ഒരു മനസ്സ് ആണ് ശരിക്കും പറഞ്ഞ പണ്ടേ ഉള്ളത്. അത് പ്രകൃതിയിൽ പണ്ടേ ഈ മനസ്സുണ്ട്. ഈ മനസ്സ് എവിടെ നിന്ന് ഉണ്ടായി വന്നു, ഇതിനെ ആര് സൃഷ്ടിച്ചു, അല്ലെങ്കിൽ ഇത് എങ്ങനെ ഉണ്ടായി, തന്നെ ഉണ്ടായതെങ്കിൽ അത് എങ്ങനെയാണ് അത് ഉണ്ടാകുന്നത് എന്നതിനെ കുറിച്ച് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല, പറ്റുകയുമില്ല. അതിന്റെ കാരണം ഞാൻ പിന്നെ പറയാം. അപ്പൊ ആ ഒരു മനസ്സ് ഫസ്റ്റ് ആ മനസ്സിൽ ഉണ്ടായി വരുന്നത് ഒരു പ്ലാനാണ്. ഇപ്പൊ നമുക്ക് തന്നെ ഞാൻ അതിനെ വിശദീകരിച്ച് പറഞ്ഞുതരാം. ഇപ്പൊ നമുക്കൊരു മനസ്സുണ്ട്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യണം, അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ഉണ്ടാകണമെങ്കിൽ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത് ഒരു ഭാവനയാണ്, അല്ലെങ്കിൽ ഒരു പ്ലാനാണ്, അല്ലെങ്കിൽ ഒരു വ്യവസ്ഥയാണ്. ഈ സാധനം അങ്ങനെ ഇരിക്കണം, ഈ സാധനം ഇങ്ങനെ ഇരിക്കണം, അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ വേണം, ഇങ്ങനെ കുറെ പ്ലാൻ ആദ്യം വരും. ഈ പ്ലാനാണ് ഫസ്റ്റ് ഈ മനസ്സിലുണ്ടായത്. അതിനെയാണ് ബൈബിളിൽ ആദിയിൽ വചനമുണ്ടായി എന്ന് പറയുന്നത്. ഈ വചനം എന്ന് പറയുന്നത് ഈ സംസാരമല്ല, ഈ പ്ലാനാണ്, ഈ വ്യവസ്ഥയാണ്. ഫസ്റ്റ് വ്യവസ്ഥ അല്ലെങ്കിൽ ഒരു
ഭാവന അല്ലെങ്കിൽ ഒരു പ്ലാൻ. ഈ പ്ലാൻ ഉണ്ടായതിനു ശേഷമാണ് ആ പ്ലാൻ പോലെ ഓരോന്ന് പിന്നെ ഉണ്ടായി വരുന്നത്. ഫസ്റ്റ് ഈ പ്ലാൻ ഉണ്ടാകുന്നു. ഇപ്പൊ നമുക്ക് തന്നെ ഒരു പ്ലാൻ ഉണ്ട്. ഈ പ്ലാൻ നമുക്ക് ഒരാളോട് ഷെയർ ചെയ്യണം. ഇപ്പൊ എന്റെ ഈ പ്ലാൻ വേറൊരാളോട് ഷെയർ ചെയ്യണം. എന്റെ മനസ്സിലൊരു ഭാവന അല്ലെ എന്റെ മനസ്സിൽ വന്ന ഒരു വ്യവസ്ഥ എനിക്ക് എന്റെ കൂടെ നിൽക്കുന്ന ഒരാളോട് ഷെയർ ചെയ്യണമെങ്കിൽ ഞാൻ എന്റെ വാ കൊണ്ട് ഇതാണ് ആ കാര്യമെന്ന് അയാളെ പറഞ്ഞ് മനസ്സിലാക്കിയാലല്ലേ അയാൾക്കത് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ഈ ആദി വചനമുണ്ടായി എന്ന് പറയുന്നത്. ഈ സംസാരമല്ല. ഈ പ്ലാൻ ഷെയർ ആവണമെങ്കിൽ മനുഷ്യന് അത് ഷെയർ ആക്കി തരണമെങ്കിൽ സംസാരത്തിലൂടെ അവന് മനസ്സിലാകുന്ന ഭാഷയിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്താലേ ഈ മനുഷ്യന് അത് പിടികിട്ടുള്ളൂ. അതുകൊണ്ടാണ് വചനം ഉണ്ടായി എന്ന് പറയുന്നത്. ശരിക്കും ദൈവം പറയുന്ന വചനമല്ല, ഈ പ്ലാൻ, ഈ ഒരു ഭാവനയാണ് ആദ്യം ഉണ്ടായത്. ഈ ഭാവനയ്ക്ക് അനുസരിച്ച്, ഈ മനസ്സിലുണ്ടായ ഭാവന അനുസരിച്ചാണ് ഓരോ സാധനങ്ങളും തന്നെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതെങ്ങനെയാണ് തന്നെ ഉണ്ടാകുന്നത്? ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഒരു മനസ്സ് മാത്രമുണ്ട്. ആ മനസ്സിൽ വരുന്ന ഭാവന അനുസരിച്ച് വലിയ വലിയ ഗ്രഹങ്ങളും ഭൂമികളും സൂര്യന്മാരും ഒക്കെ തന്നെ ഉണ്ടായി വരും. തന്നെ ഇതെങ്ങനെ ഉണ്ടായി വരുന്നു എന്നുള്ളത് ദൈവത്തിന്റെ മാത്രം ഉള്ള ഒരു രഹസ്യമാണ്. അതാണ് സൃഷ്ടി. അപ്പൊ ആദ്യം ഉണ്ടാക്കുന്നത് ഈ പ്ലാനാണ്. പിന്നെ ഉണ്ടാകുന്നത് ദൈവത്തിന്റെ ആ മനസ്സ് ആകുന്ന ആ പരമാത്മാവിൽ നിന്നും വിഘടിച്ച് ഈ മനസ്സിനെ ഒരു 7 സ്പ്ലിറ്റ് ചെയ്തു. പ്രധാനപ്പെട്ട 7 മനസ്സ്. അതിൽ നിന്നും പിന്നെ അനേക മനസ്സുകൾ വീണ്ടും സ്പ്ലിറ്റ് ചെയ്തു. പ്രധാന മനസ്സിൽ ഒരു മനസ്സാണ് ഈ സൃഷ്ടികർമ്മം ചെയ്യണം അല്ലെങ്കിൽ ഭാവനാ രൂപങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടായി വരണം എന്ന ഒരു മനസ്സാണ് ഒരു മനസ്സ്. ഈ മനസ്സിലൂടെയാണ് ദൈവം പ്രപഞ്ചത്തെയും അല്ലെങ്കിൽ മറ്റ് ദേവീദേവന്മാർ, ഏലിയൻസ് എന്നൊക്കെ പറയുന്ന എല്ലാം ഉണ്ടാക്കുന്നതെല്ലാം ഈ സൃഷ്ടി ചെയ്യണം എന്ന മനസ്സിലൂടെയാണ് ദൈവം ഉണ്ടാക്കുന്നത്. അതിനെയാണ് ഹൈന്ദവത്തിൽ ബ്രഹ്മാവ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ആ ക്രമം നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ആദ്യം ആ മനസ്സ് ഇവിടെ ഉണ്ടായി. ഇത് എങ്ങനെ ഉണ്ടായെന്ന് വെച്ചാൽ നമുക്ക് അറിഞ്ഞുകൂടാ. ഉണ്ടായി എന്ന് മാത്രം ഇപ്പം മനസ്സിലാക്കുക. ഈ മനസ്സിൽ നിന്നും ഓരോരോ കാര്യങ്ങൾ, ഓരോരോ ഡ്യൂട്ടികൾ അല്ലെങ്കിൽ ഓരോരോ വ്യവസ്ഥകൾ ചെയ്യാനായിട്ട് ഈ മനസ്സിനെ പലതാക്കി വീണ്ടും സ്പ്ലിറ്റ് ചെയ്തുണ്ടാക്കി. അത് തൊട്ട് താഴത്തെ ഡയമെൻഷൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. തൊട്ട് താഴത്തെ തലത്തിലേക്ക് മനസ്സിനെ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചു. തൊട്ട് താഴത്തെ തലത്തിലെ ഓരോരോ മനസ്സിനും ഓരോ ഡ്യൂട്ടീസ് കൊടുത്തിട്ട് അതിലെ സൃഷ്ടി ചെയ്യുന്ന ആ ഡ്യൂട്ടിയുള്ള മനസ്സിലൂടെ ബാക്കിയുള്ള സകല കാര്യങ്ങൾ സൃഷ്ടിച്ചു. പിന്നെ അനേക കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടു പോയി. അതൊന്നും എനിക്ക് വിശദീകരിച്ച് അറിഞ്ഞൂടെ. അതൊക്കെ ഗ്രന്ഥങ്ങളിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇങ്ങനെ സൃഷ്ടിച്ചു. അങ്ങനെ അവസാനം 4th ഡയമെൻഷനിലുള്ള പല പല സാധനങ്ങളാ, പല പല രൂപങ്ങൾ, അതിന് നമ്മൾ അദൃശക്തികൾ എന്ന് പറയും. പല പല ജീവികൾ എന്നുണ്ടെങ്കിലും പറയാം. മനുഷ്യനെ പോലെയുള്ളതും വേറെ എന്തൊക്കെയോ സാധനങ്ങളെയൊക്കെ 4th ഡയമെൻഷനിൽ വരെ സൃഷ്ടിച്ചതിന് ശേഷം പിന്നീട് അവസാനമാണ് നമ്മുടെ 3 ഡയമെൻഷനിലുള്ള ഈ കാര്യങ്ങൾ, നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ലെവലിലുള്ള ഈ ഡയമെൻഷനിലുള്ള ഈ സാധനങ്ങളും മനുഷ്യനൊക്കെ ഉണ്ടാവുന്നതല്ല പിന്നീടാണ്. അപ്പൊ നമുക്ക് തോന്നി 2 ഡയമെൻഷൻ എന്ന് തോന്നുന്നു, 1 ഡയമെൻഷൻ എന്ന് തോന്നുന്നു ചോദിച്ചാൽ ഈ 2 ഡയമെൻഷനും 1 ഡയമെൻഷനൊക്കെ 3ക്ക് തൊട്ട് താഴെയുള്ള ചില തലങ്ങളാണ്. ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതൊക്കെ എന്താണെന്ന് ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്താൽ ഈ 1 ഡയമെൻഷൻ 2 ഡയമെൻഷൻ എന്താണെന്ന് നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. അത് വിശദീകരിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, സിമ്പിളാണ്. അപ്പം ഈ 3 ഡയമെൻഷനിലുള്ള മനുഷ്യന് ഈ 2 ഡയമെൻഷനും 1 ഡയമെൻഷനും അല്ലെങ്കിൽ ഈ 3 ഡയമെൻഷനിലുള്ള കാര്യങ്ങൾ മാത്രമേ അവന് കണ്ടുപിടിച്ച് അല്ലെങ്കിൽ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഒരിക്കലും അവന് 4th ഡയമെൻഷനിലുള്ള കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനോ കണ്ടെത്താനോ പറ്റൂല. പക്ഷെ ഇങ്ങനെ ഉണ്ടായിരിക്കാം, ഉണ്ടാകും എന്നൊക്കെ നമുക്ക് അനുമാനിക്കാവുന്നേ ഉള്ളൂ. ഒരിക്കലും 4th ഡയമെൻഷൻ എന്താണെന്നോ അത് എങ്ങനെയാണെന്നോ ഇന്ന് വരെ ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷെ ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. കാരണം നമ്മുടെ മറ്റ് ജീവജാലങ്ങളായ പക്ഷികൾ, പൂച്ച, പട്ടി, കിളികൾ, അവർക്കൊക്കെ 4th ഡയമെൻഷനിൽ വസിക്കുന്ന എന്തൊക്കെ അവർ കാണുന്നുണ്ട്. അപ്പൊ അത് അവർ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കാം നമുക്ക് കാണാൻ പറ്റാത്ത എന്തൊക്കെയോ നമുക്ക് ചുറ്റുമുണ്ട്. ഇത് പിടികിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ ഉപബോധ മനസ്സിലൂടെ, ആത്മാവിലൂടെ നമ്മളെ ഈ നഗ്ന നേത്രം കൊണ്ട് കാണാൻ കഴിയാത്ത പലതും അവിടെയൊക്കെ ഉള്ളതായിട്ട് നമ്മുടെ ഉപബോധ മനസ്സിന്റെ കണ്ണുകൊണ്ട്, ആ മനസ്സിലൂടെ നമുക്ക് കാണാനും അനുഭവിക്കാനും കഴിയുന്നത് കൊണ്ട് നമുക്ക് നമ്മളറിയാത്ത ഒരു തലം ഇവിടെ ഉണ്ടെന്നും അവിടെ എന്തൊക്കെയോ ഉണ്ടെന്നും നമുക്ക് ഏതാണ്ടൊക്കെ ചില കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. പക്ഷെ ശാസ്ത്രീയമായ തെളിവുകളൊന്നും ഇല്ല. ഈ തലത്തിലാണ് ചില അദൃശ്യ ശക്തികളൊക്കെ ഉള്ളതും നമ്മൾ മരിച്ചുപോയ ആത്മാക്കളും ആ മനസ്സ് മോക്ഷം കിട്ടാതെ അറിയുന്ന ആത്മാക്കളൊക്കെ ഈ തലത്തിലൊക്കെയാണ് കറങ്ങി സഞ്ചരിച്ച് നടക്കുന്നത്. പക്ഷെ നമുക്കത് അറിഞ്ഞുകൂടെ കണ്ടിട്ടില്ല. പക്ഷെ അവിടെയുള്ള അദൃശ്യമായിട്ടുള്ള ഒരുപാട് ശക്തികളൊക്കെയാണ് നമ്മുടെ പല കാര്യങ്ങളും, ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം അവർ നോക്കുന്നതും
ഈ ഫോർത്ത് ഡയമെൻഷനിലെ അവരുടെ കാര്യങ്ങളും 3 ആയിട്ടുള്ള നമ്മുടെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നോക്കുന്നതെല്ലാം അതിന് തൊട്ട് മുകളിലുള്ള 5th ഡയമെൻഷനിലുള്ള അല്ലെ അടുത്ത തലത്തിലുള്ള അദൃശ്യ ശക്തികളാണ്. ആ 5th 4th ഒക്കെ നിയന്ത്രിക്കുന്നതെല്ലാം 6th-ലുള്ളതാണ്. 6th 4th 5th ഒക്കെ നിയന്ത്രിക്കുന്നതെല്ലാം 7th-ലുള്ളതാണ്. അപ്പൊ നമുക്ക് 7 തലം ഉണ്ടെന്നേ നമുക്ക് ആൾറെഡി പോസിറ്റീവ്ലി 7 നെഗറ്റീവ്ലി 7 എന്ന് മാത്രമേ നമുക്കിപ്പോ ഒരു ഇത് കിട്ടിയിട്ടുള്ളൂ. ഞാൻ അപ്പുറത്തോ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ ദൈവം പറഞ്ഞു തന്നാലേ നമുക്ക് അറിയാവൂ. അതിനും മുകളിലുള്ള ഒരു തലത്ത് ഒറ്റയ്ക്കാണ് ഈ പരമാത്മാവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രകൃതി മൊത്തം നിയന്ത്രിക്കുകയും സകലതും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു മനസ്സ് ഇതിന്റെ തൊട്ട് മുകളിലത്തെ തലത്തിലാണ്. അതിന്റെ മുകളിലോട്ട് എന്തെങ്കിലും തലം ഉണ്ടോ എന്ന് തന്നെ ഈ തലം അല്ലെങ്കിൽ ആ ദൈവം എന്ന് നമ്മൾ വിചാരിക്കുന്ന പരമാത്മാവ് നമുക്ക് പറഞ്ഞു തന്നാലേ അറിയാവൂ അതിന് മുകളിൽ വല്ലതും ഉണ്ടോന്ന്. പക്ഷെ ഉണ്ടോന്ന് ഇതുവരെ പറഞ്ഞു തന്നിട്ടില്ല. ഇതാണ് ഏറ്റവും ഹൈ എന്നാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞു തന്ന വിഷയം ഈ 4th ഡയമെൻഷനിലുള്ള സാധനങ്ങളെ കുറിച്ചോ അവിടെ എന്ത് നടക്കുന്നതിനെ കുറിച്ചോ അവിടെ അതെങ്ങനെ ഉണ്ടായതിനെ കുറിച്ചോ അല്ലെങ്കിൽ അവിടെയുള്ള അദൃശക്തികളുടെ ശരീരം എന്താണ്, അവർക്ക് രക്തം എന്ന് പറയുന്ന സാധനം ഉണ്ടോ, മാംസം ഉണ്ടോ, അല്ലെങ്കിൽ അവരുടെ ശരീരം എന്ത് സാധനം കൊണ്ടാണ് സൃഷ്ടിച്ചേക്കുന്നത്, ഇതൊന്നും 3 ഡയമെൻഷനിലെ മനുഷ്യന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഏലിയൻസ് ആയിട്ടൊക്കെ ഭൂമിയിൽ പണ്ട് വന്നിരുന്ന ഏതോ ഏലിയൻസിനെ അമേരിക്കയിലുള്ള ചില രഹസ്യ കേന്ദ്രങ്ങളിൽ പിടിച്ചുവെച്ച് പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട് എന്നൊക്കെ ചില വാർത്തകളൊക്കെ വരുന്നുണ്ട്. അവരുടെ വാഹനങ്ങളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്, കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ ചില ഫോട്ടോസൊക്കെ വരുന്നുണ്ട്. പക്ഷെ എന്തായാലും ഇത് 4th ഡയമെൻഷനിലുള്ള അല്ലെങ്കിൽ ആ ഡയമെൻഷനിലോട്ട് സഞ്ചരിക്കാൻ കഴിയുള്ള ജീവികളാണോ അതോ മനുഷ്യനെക്കാട്ടി വികസിച്ച 3 ഡയമെൻഷനിലുള്ള നമ്മളെക്കാട്ടി വികസിച്ച ചില മനുഷ്യരെ പോലുള്ള ജീവികൾ മറ്റ് ഗ്രഹങ്ങളിൽ നിന്നും ലൈറ്റ് പ്രകാശ വേഗതയിൽ കാട്ടിലും വേഗതയുള്ള വാഹനത്തിൽ ഭൂമിയിൽ സഞ്ചരിച്ചെത്തിയത് ഇതിനെ മനുഷ്യരെ ട്രാപ്പ് ചെയ്ത് പിടിച്ചു വെച്ച് പരീക്ഷിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും 3 ഡയമെൻഷനിൽ തന്നെ മനുഷ്യരെ പോലുള്ള അനേക ജീവജാലങ്ങൾ ഭൂമിയെ പോലുള്ള മറ്റ് ഗ്രഹങ്ങളിലുണ്ട്. അവർക്ക് വേണമെങ്കിൽ അത്രയും സ്പീഡുള്ള വാഹനങ്ങൾ കണ്ടെത്തിയാൽ ഇങ്ങോട്ട് വരാം. മനുഷ്യനായ നമുക്കും അത്രയും സ്പീഡുള്ള വാഹനങ്ങൾ കണ്ടെത്തിയാൽ അങ്ങോട്ടൊക്കെ സഞ്ചരിക്കുകയും ചെയ്യാം. അത് പ്രകാശ വേഗതയെക്കാട്ടിലും അല്ലെങ്കിൽ ആ വേഗതയിലെങ്കിലും സഞ്ചരിക്കുന്ന വാഹനമായിരിക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്താൽ അതിന്റെ സ്പീഡും അതിനെക്കുറിച്ചും കാര്യങ്ങളൊക്കെ യൂട്യൂബിലൊക്കെ വിശദീകരിച്ച് ഓരോരുത്തർ പറയുന്നുണ്ട്. അപ്പൊ അത്രയും സ്പീഡുള്ള വാഹനം കണ്ടെത്തിയാലേ നമുക്ക് മറ്റ് ഗ്രഹങ്ങളിൽ നമ്മളെപ്പോലെ 3 ഡയമെൻഷനിലുള്ള മറ്റ് ജീവജാലങ്ങൾ നമ്മളെക്കാട്ടി വികസിച്ചവരുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതുപോലെ മനുഷ്യന് പറ്റിയിട്ടില്ല. മനുഷ്യന് കൊടുത്തിട്ടുള്ള 3 ഡയമെൻഷനിൽ തന്നെ മാക്സിമം എന്താണ് എങ്ങനെയാണെന്ന് ഇതുവരെ മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടില്ല. ഒരിക്കലും 3 ഡയമെൻഷനിലുള്ള മനുഷ്യൻ 4th ഡയമെൻഷനിലുള്ള സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ 4th ഡയമെൻഷനിൽ ജനിച്ച അവിടെ സൃഷ്ടിക്കപ്പെട്ട അദൃശ്യ ശക്തികളെ കണ്ടുപിടിക്കാൻ കഴിയൂല, അവരെ പരീക്ഷിക്കാനും പറ്റൂല. കാരണം പൂർണ്ണമായിട്ടും അതിനെക്കുറിച്ച് അറിയണം, പഠിക്കണമെങ്കിൽ നമ്മൾ ആ ഡയമെൻഷനിലോട്ട് പോയേ പറ്റൂ. 4th ഡയമെൻഷനിൽ ചെന്ന് അവിടെ ജീവിച്ച് അവരുടെ ഇടയിൽ നിന്ന് അവരെ പരീക്ഷിച്ചാലേ നമുക്ക് അവരെ കുറിച്ചുള്ള പൂർണ്ണമായ വിവരം കിട്ടുള്ളൂ. ഒരിക്കലും മനുഷ്യന് 4th ഡയമെൻഷനിലോട്ട് പോകാനുള്ള കഴിവ് ദൈവം കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ 4th ഡയമെൻഷനിലുള്ള അദൃശ്യ ശക്തികൾക്ക് ഒരിക്കലും 5th ഡയമെൻഷനിലെ അദൃശ്യ ശക്തികളെ കുറിച്ചുള്ള രഹസ്യങ്ങളോ വിവരങ്ങളോ ഒന്നും പരീക്ഷണങ്ങൾ നടത്തി കണ്ടുപിടിക്കാൻ പറ്റൂല. അതുപോലെ തന്നെ 5th ഡയമെൻഷനിലുള്ളവർക്ക് 6th ഡയമെൻഷനിലോട്ട് സഞ്ചരിക്കാനോ അങ്ങോട്ടുള്ള കാര്യങ്ങളോ ഒന്നും പിടികിട്ടൂല. ഇതൊരു കണക്കാണ്. പക്ഷെ ഇതിൽ തന്നെ പല പല തലങ്ങളുണ്ട്. നമ്മൾ ആത്മാവിലൂടെ ആ തലത്തിലേക്ക് സഞ്ചരിക്കാം എന്നല്ലാതെ നമ്മൾ ഈ കാണുന്ന നമ്മൾ ഈ മനസ്സിലാക്കുന്ന 3 ഡയമെൻഷനിലായ ഒരു മനുഷ്യനായി നിൽക്കുന്ന നമുക്ക് ഒരിക്കലും ഇതിനെക്കുറിച്ച് ഒരു ഗവേഷണമോ റിസൾട്ടോ പരീക്ഷണത്തിലൂടെ കിട്ടാൻ വഴിയില്ല, അങ്ങനെ കിട്ടൂല. പക്ഷെ ആത്മാവിലൂടെ സഞ്ചരിച്ച് ഇതൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കാനേ പറ്റുള്ളൂ. എന്തെങ്കിലും ഇൻഫർമേഷൻസ് അവിടെ നിന്ന് മറ്റതര ശക്തികൾ എന്തെങ്കിലും തരുന്നുണ്ടെങ്കിൽ അത് മാത്രമേ നമുക്ക് അറിയാവൂ. അതിനപ്പുറത്തോട്ട് നമുക്ക് സ്വതന്ത്രമായി നിന്ന് പരീക്ഷണ ഗവേഷണങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല. ഇനി അഥവാ ഒരു മനുഷ്യന്റെ ആത്മാവ് 4th ഡയമെൻഷനിലോ 5th ഡയമെൻഷനിലോ കറങ്ങി നടന്ന് എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കിയെടുത്താൽ പോലും, എന്തെങ്കിലും തിരിച്ചറിഞ്ഞാൽ പോലും നമ്മൾ 3 ഡയമെൻഷനിലോട്ടുള്ള മനുഷ്യരോട് അതൊക്കെ ഷെയർ ചെയ്താൽ ഇവിടെയുള്ളവരാരും അത് വിശ്വസിക്കാനും പോകുന്നില്ല. അത് ആർക്കും തിരിച്ചറിയാൻ പറ്റുകയുമില്ല. കാരണം നമുക്കും പൂർണ്ണമായിട്ട് തെളിവില്ല, അനുഭവപ്പെട്ടെന്നേ ഉള്ളൂ. അതിനെക്കുറിച്ച് ശാസ്ത്രീയമായിട്ടോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള തെളിവുകളൊന്നും നമുക്ക് ആർക്കും കാണിക്കാനൊന്നും പറ്റൂല. ഭൂരിഭാഗം കാര്യങ്ങളും നമുക്ക് ബോധമനസ്സിലേക്ക് അല്ലെങ്കിൽ നമ്മൾ 3 ഡയമെൻഷനിലോട്ട് നമ്മുടെ മനസ്സെത്തി വരുമ്പോൾ പലതും മറന്നും പോയെന്നിരിക്കും. ഇനി അവിടെ അനുഭവപ്പെട്ട കാര്യങ്ങൾ പോലും അത് എന്താണ്, എങ്ങനെയാണ്, അതിന്റെ പിന്നിലെ രഹസ്യം എന്താണ്, ഇതൊന്നും നമുക്ക് അറിയാൻ പറ്റൂല. നമ്മളങ്ങനെ അവർ നമ്മളെ ആത്മാവിനെ കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ സഹായിക്കുകയോ ചെയ്ത് എന്തെങ്കിലും അനുഭവങ്ങളോ ഇൻഫർമേഷനോ തരുന്നത് മാത്രം നമ്മൾ അനുഭവിക്കാനേ പറ്റുള്ളൂ. അവിടുത്തെ ഒരു കാര്യങ്ങളും നമുക്ക് ഗവേഷണം ചെയ്ത് കണ്ടുപിടിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെയാണ് ദൈവം ആയിട്ട് സൃഷ്ടിച്ച ഈ പ്രധാന ആത്മാക്കൾ എന്ന് പറയുന്ന
ദൈവത്തിന്റെ പ്രധാന ആത്മാക്കൾ, അവര് തൊട്ട് താഴത്തെ ഡയമെൻഷനിലാണ് അവരെ സൃഷ്ടിച്ചിരിക്കുന്നത്. അവരിലൂടെയാണ് ഈ പ്രപഞ്ചം കംപ്ലീറ്റും സൃഷ്ടി നടത്തി പല പല കാര്യങ്ങൾ ചെയ്യുന്നത്. നമുക്ക് ഫോറത്തിലോട്ട് പോയി ഗവേഷണം ചെയ്ത് അല്ലെ ഫോറത്ത് എങ്ങനെ ഉണ്ടായി അല്ലെ ഫോറത്തിലെ സൃഷ്ടികൾ എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്തതുപോലെ സെവൻത് ഡയമെൻഷൻ നിൽക്കുന്ന ഈ പ്രധാന ദേവന്മാർക്ക് അതിന്റെ തൊട്ട് മുകളിലത്തെ ഡയമെൻഷനിലോട്ട് സഞ്ചരിക്കാൻ കഴിയില്ല. ആ ഡയമെൻഷനിലാണ് സൃഷ്ടാവായ ദൈവം എന്ന് പറയുന്ന ഈ പരമാത്മാവ് നിൽക്കുന്നത്. ഇവർക്ക് തൊട്ട് താഴന്ന് മുകളിലോട്ട് പോയി ഗവേഷണം ചെയ്യാൻ കഴിയാത്തത് കാരണം ഒരിക്കലും പ്രധാന ദേവന്മാരായി നിൽക്കുന്ന ഈ പ്രധാന ആത്മാക്കൾക്ക് ഒരിക്കലും അവരെ സൃഷ്ടിച്ച പരമാത്മാവിന്റെ യാതൊരു രഹസ്യവും കണ്ടുപിടിക്കാൻ പറ്റൂല, അങ്ങനെ കഴിയൂല. ഇതാണ് ഇതിന്റെ പിന്നിലെ രഹസ്യം. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. അടുത്ത ചില മെസ്സേജിലൂടെയൊക്കെ കൂടുതൽ കാര്യങ്ങൾ പറയാം. ഓക്കെ.